ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും പിന്നെ നമ്മുടെ ഹെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യം നെല്ലിക്കയാണ്. അപ്പോൾ കുറച്ചധികം നെല്ലിക്ക ഞാൻ എടുക്കുന്നുണ്ട്, കാരണം ഞാൻ 2-3 ആഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ്. അപ്പോൾ നെല്ലിക്ക ചെറുതാക്കി നുറുക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം, പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിനാണ് ചെറുതാക്കി ഇപ്പോൾ നുറുക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. കൂടുതൽ വെള്ളം വേണ്ട, കുറച്ച്. അപ്പോൾ അത് ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഡ്രിങ്കിന് ആവശ്യം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, അതേപോലെ പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഈ ചതച്ചെടുത്ത കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ജ്യൂസ്, അതും കൂടി കുറച്ച് ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടോ. ഇത് നമ്മുടെ ശരീരത്തിനെ നല്ല കൂളാക്കുകയും പിന്നെ നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണല്ലോ നെല്ലിക്ക എന്ന് പറയുന്നത്.